കമ്പനീസ് ആക്റ്റിൽ ഒരു ജനറൽ മീറ്റിങ്ങിൻ്റെ കേസിൽ കോറത്തിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കോറം ഇസ് എ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു ബി പ്രസൻറ്റ് അറ്റ് എ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയിലെ ജനറൽ മീറ്റിങ്ങിൽ കുറഞ്ഞത് ഇത്ര മെമ്പേഴ്സ് പ്രസൻ്റ് ആകണം എന്നാണ് കോറം എന്ന് പറയുന്നത്. ജനറലി പ്രിഫറൻസ് ഷെയർസ് ആർ നോട്ട് കൗണ്ടഡ് ഇൻ കോറം. കോറത്തിനകത്ത് ഒരിക്കലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കൗണ്ട് ചെയ്യില്ല. അൺലെസ് ദർ ഈസ് എ മാറ്റർ അഫക്റ്റിംഗ് ദ റൈറ്റ്സ്. അവരുമായിട്ടുള്ള അവകാശങ്ങൾ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരുടെ റൈറ്റ്സ് അതിനകത്ത് അവർ പറയത്തുള്ളൂ. ആ സമയത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കോറം എന്ന മീറ്റിങ്ങിനകത്ത് കൗണ്ട് ചെയ്യത്തുള്ളൂ. ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഓൺലി വൺ ഷെയർ ഹോൾഡേഴ്സ് ആസ് പെർ ദി ഓർഡർ ഇൻ വിച്ച് ദർ നെയിം അപ്പിയേഴ്സ് ഇൻ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഷാൽ കൗണ്ട് ടുവേർഡ്സ് കോറം. അപ്പം ജോയിൻറ്റ് ഷെയർ ഹോൾഡേഴ്സ്, ഒന്നിൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ഉള്ള രീതിയിൽ വരുവാണെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ മാത്രമേ അതിനകത്ത് കൗണ്ട് ചെയ്യത്തുള്ളൂ. കാരണം രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനകത്ത് എങ്ങനെയാണോ പേര് ചെയ്യുന്നത് ആ പേരിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ആ കോറത്തിനകത്ത് കൗണ്ട് ചെയ്യുന്നത്. പ്രോക്സീസ് ആർ നോട്ട് കൗണ്ടഡ് ഇൻ കോറം. മീൻസ് പ്രോക്സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പകരമായിട്ട് ഒരാൾ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് അങ്ങനെ കോറത്തിനകത്ത് അതൊരിക്കലും പ്രോക്സീസിനെ അലോ ചെയ്യത്തില്ല. പബ്ലിക് കമ്പനിയുടെ കേസിലാണെങ്കിൽ അപ് ടു 1000 ആണെങ്കിൽ 5 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം. 1000 മണ്ടയ്ക്കോ 5000 താഴെയാണെങ്കിൽ 15 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം. 5000 മണ്ടയ്ക്ക് ഉള്ള ഒരു പബ്ലിക് കമ്പനി കേസ് വരികയാണെങ്കിൽ 30 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം. In case of private company, 2 members personally present shall be the quorum meeting. അപ്പം പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ പറയുവാണെങ്കിൽ 2 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം. അതായിരിക്കും ആ കോറം അതിനകത്ത് ആ മീറ്റിങ്ങിൽ കൗണ്ട് ചെയ്യത്തുള്ളൂ. കോറം എന്നുള്ളൊരു ആ ഒരു ടോപ്പിക് അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തുള്ളൂ.